ഹലോ ഗായ്സ്, അപ്പോൾ എൻ്റെ ഹോസ്പിറ്റൽ വ്ളോഗിൻ്റെ സെക്കൻഡ് പാർട്ടാണിത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാത്തവർ പെട്ടെന്ന് തന്നെ പോയിട്ട് കണ്ടിട്ട് വരണേ. അങ്ങനെ ഞാൻ അഡ്മിറ്റ് ആയിട്ടുണ്ടായത് ബേബി മെമ്മോറിയലിലാണ്. സന്തോഷ് ഗുഡിമാണി അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു സാറിൻ്റെ പേര്. സന്തോഷ് സാറിനെയാണ് കാണിച്ചിട്ടുണ്ടായത്. ഗാസ്ട്രോ സർജനാണ് സാറ്. ഒരു ദിവസം വൈകുന്നേരം അഡ്മിറ്റായി. പിറ്റേ ദിവസമായിരുന്നു എനിക്ക് പ്രൊസീജിയർ പറഞ്ഞിട്ടുണ്ടായത്. ERCP ആണ് ചെയ്യേണ്ടത്. അതൊരു തരം എൻഡോസ്കോപ്പിയാണ് കേട്ടോ. അപ്പോൾ ERCP ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്കാണ് പോവേണ്ടത്. ലാസ്റ്റ് ടൈം ഡെലിവറിക്ക് വേണ്ടിയിട്ടാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയിട്ടുണ്ടായത്. പിന്നെ ഇതാ ഇപ്പാണ് കയറുന്നത്. എനിക്കത് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. എങ്ങനെയാണ് ആ മെയിൻ ഡോറ് കഴിഞ്ഞിട്ട് ആ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ ആ ഒരു ഫീൽ ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് എന്നെപ്പോലെ പേടിത്തൊണ്ടികളായതുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് ഭയങ്കര പേടിയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കൂളായിരിക്കും. പക്ഷേങ്കിൽ ആ കഴിയുന്നവരെ, ആ കയറുന്നവരെയുള്ള ആ ഒരു ഫീൽ എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിന്നെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഒരു സ്മെല്ല്, അതെല്ലാം വേറെ തന്നെയാണ്. ഞാൻ തളർന്നു പോകുന്ന പോലെ തോന്നും പേടിച്ചിട്ട്. അത്രക്കും എനിക്ക് പേടിയാണ്. എപ്പോഴാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ വരുവാന്ന് വെച്ചാൽ, ഈ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്നതിന് മുന്നേ മുടി മടഞ്ഞിടുന്ന ഒരു പരിപാടിയില്ലേ, ആ മുടി മടഞ്ഞിട്ട് മാസ്ക് ഇട്ട് ക്യാപ്പ് ഇടുന്ന ആ ഒരു പരിപാടിയുണ്ട്. അന്നേരം തൊട്ട് എൻ്റെ സാറേ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഫീലിങ്സ് ആയിരിക്കും. എൻ്റെ സങ്കടം വരും, പക്ഷെ കരയാൻ പറ്റില്ല. അന്നേരം എല്ലാവരും വിചാരിക്കില്ലേ ഇത്രയും വലിയ തണ്ടിനടിയിൽ ഞാനെന്തെന്നായി കളിക്കുന്നതെന്ന്. അതുകൊണ്ട് ഞാൻ കരയൊന്നുമില്ല, മാക്സിമം പിടിച്ചു പോകും. കാരണം ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഒരു ടെൻഷൻ ആവില്ലേ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അന്നേരം കരയൊന്നുമില്ല. പിന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ സ്റ്റാഫല്ലേ കാണുന്നില്ലോ, പിന്നെ എൻ്റെ കൂടെയുള്ള ആരും കാണുന്നില്ലല്ലോ. അപ്പം ഞാൻ അന്നേരം കരയും കുറച്ച്. ERCP ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ 3 ദിവസമാണ് അഡ്മിഷൻ വേണ്ടത്. അതായത് ഒരു ദിവസം ഈവനിങ് പോയി അഡ്മിറ്റായി, പിറ്റേ ദിവസം പ്രൊസീജിയർ ചെയ്തു, അതിൻ്റെ പിറ്റേ ദിവസം നമുക്ക് ഡിസ്ചാർജ് ആയിട്ട് വരാൻ പറ്റും. ഇതൊരു ചെറിയ പ്രൊസീജിയറാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേങ്കിലും ഞാനത് പറഞ്ഞു വരുമ്പോൾ വലിയൊരു പ്രൊസീജിയർ ആവുന്നേ ഉള്ളൂ. ERCP ചെയ്യുന്നതിൻ്റെ ടെൻഷൻ ഒഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേറെ ഒന്നും കുഴപ്പമുണ്ടായിട്ടില്ല. റൂമെല്ലാം അടിപൊളിയായിരുന്നു. അതായത് നല്ല സൗകര്യമുള്ള, നമ്മൾ ട്വിൻ ഷെയറിങ് റൂമാണ് എടുത്തിട്ടുള്ളത്. ഞാൻ റൂമിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഷോർട്സിൽ, എല്ലാവരും പോയി കാണണം കേട്ടോ. ഇതെൻ്റെ അനിയത്തിയാണ്. അനിയത്തി ഉണ്ടായിരുന്നു റൂമിൽ, പിന്നെ അമ്മ ഉണ്ടായിരുന്നു, 2 അമ്മമാരും, പിന്നെ ശ്യാമേട്ടനും കുഞ്ഞാവയാണ് ഉണ്ടായത്, പിന്നെ എൻ്റെ അച്ഛനും ഉണ്ടായിരുന്നേ. ഇത് കേൾക്കുന്ന എല്ലാവരും വിചാരിക്കും ഇവളെന്നാൽ വീടും പൂട്ടിയിട്ടാണോ സർജറിക്ക് പോയിനെന്ന്. അതെന്താണെന്ന് വെച്ചാൽ കുഞ്ഞാവി ഉള്ളതുകൊണ്ട് എല്ലാവരും മാറി മാറി എടുക്കേണ്ടി വരില്ലേ, ഞാൻ കുറേ നേരം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇവളെങ്ങനെയാണ് ആരെ കയ്യിലാണ് നിൽക്കുക എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒക്കെ ചില മൂഡ് പോലെയാണ്. OTയിലെ പ്രൊസീജിയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പോസ്റ്റ് ഓപ്പറേറ്റീവിലും കുറച്ച് നേരം എന്തായാലും ചിലവഴിക്കേണ്ടി വരും. അപ്പോൾ എല്ലാം കൂടി എന്തായാലും ഒരു 3-4 മണിക്കൂർ എന്തായാലും അങ്ങനെ വേണ്ടി വരും. അപ്പോൾ വാവക്ക് അത്രയും നേരം ഫീഡ് ചെയ്യാണ്ട് നിൽക്കണ്ടേ. അപ്പോൾ എല്ലാവരും മാറി മാറി കയ്യിലെടുക്കണം. ഫോർമുല മിൽക്കൊന്നും ട്രൈ ചെയ്യണം, ഇന്നേ വരെ കൊടുത്തിട്ടില്ല. അപ്പോൾ അതെല്ലാം കൊടുത്ത് നോക്കണം. അപ്പോൾ അങ്ങനെയെല്ലാം ഉള്ളതുകൊണ്ടാണ് എല്ലാവരും വീടും പൂട്ടി വന്നത്. ഈ കാണുന്ന വീഡിയോയെല്ലാം ഞാൻ ERCP കഴിഞ്ഞതിന് ശേഷം എടുത്ത വീഡിയോ ആണ്, പിറ്റേ ദിവസം എടുത്ത വീഡിയോ ആണ്. ERCP ചെയ്തതും വന്നതും പോയതും ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ OTയിൽ കയറി മയക്കിയിട്ടാണ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ആ മയങ്ങുന്ന വരെയുള്ള കാര്യങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്, പിന്നെ ഒന്നും ഓർമ്മയില്ല. പിന്നെ പോസ്റ്റ് ഓപ്പറേറ്റീവിൽ എത്തിയിട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് ഓർമ്മയുള്ളത്. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് എനിക്ക് ബോധമെല്ലാം വന്നിനി. പിന്നെ ശ്യാമേട്ടൻ കയറി കണ്ടു. ഞാൻ വാവേനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഫോർമുല മിൽക്ക് കൊടുത്തിന്, അപ്പോൾ ഓക്കെയാണ്, ഉറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് എന്നെ ഒരു 9:30 തോന്നുന്നു, ഏകദേശം ആ ഒരു സമയമാകുമ്പോൾ തന്നെ വേഗം തന്നെ റൂമിലേക്ക് മാറ്റിയിരുന്നു. കാരണം ഫീഡ് ചെയ്യുന്നതാണെന്ന് എല്ലാ ഡോക്ടേഴ്സും എല്ലാ സ്റ്റാഫും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല കെയറാണ് കിട്ടിയിട്ടുണ്ടായത്. 3 മാസം ആയതുകൊണ്ട് തന്നെ എന്നെ പ്രീ ഓപ്പറേറ്റീവിൽ, അതായത് ഓപ്പറേഷന് കയറ്റുന്നതിന് തൊട്ട് മുന്നേ നമ്മളെ കിടത്തിയിട്ട് ചെക്ക് ചെയ്യുന്ന റൂമുണ്ട്. അപ്പോൾ ആ റൂമിൽ വാവേനെ കൊണ്ടുവന്നിട്ട് ഞാൻ ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല സഹകരണമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ടെൻഷൻ ഇല്ലാണ്ട് ആ ദിവസങ്ങൾ, വാവേൻ്റെ കാര്യത്തിൽ വലിയ ടെൻഷൻ ഇല്ലാണ്ട് തന്നെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റിനായിരുന്നു. പിന്നെ അമ്മമാരെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി എടുക്കും. പിന്നെ അനിയത്തിയുണ്ട്, അപ്പോൾ അവർ കളിപ്പിക്കൊല്ലം ചെയ്യുന്നതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല. ആവേനെ പറ്റി പറയുകയാണെങ്കിൽ അവൾ കരയാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ആര് വിചാരിച്ചാലും നിർത്തൂല. അവൾ പാല് കുടിക്കാൻ വിചാരിച്ചാൽ പാല് കിട്ടുന്നവരെ കരയും. പിന്നെ കുറേ നേരം ലേറ്റ് ആയിട്ടാണ് ഞാൻ പാല് കൊടുക്കുന്നെങ്കിൽ, അവൾ വിചാരിച്ചതിനും കുറേ ലേറ്റ് ആയിട്ടാണ് ഞാൻ പാല് കൊടുക്കുന്നെങ്കിൽ പിന്നെ കുടിക്കുകയില്ല. അങ്ങനെ കുറച്ച് വാശിയിലുള്ള കൂട്ടത്തിലാണ്. ശ്യാമേട്ടൻ പറയും, ഗർഭിണിയായ സമയത്ത് ഞാൻ നിന്നോട് എപ്പോഴും പറയല്ലേ വാശി പാടില്ല എന്ന്. ഇപ്പം നീ അനുഭവിച്ചോ, നീ അന്നേരം കാണിച്ച വാശിയാണ് ഇപ്പോൾ ഓള് കാണിക്കുന്നതെന്നാണ് ശ്യാമേട്ടൻ പറയൽ. എൻ്റെ അമ്മോ, നല്ല സ്വഭാവമല്ല അച്ഛൻ്റെയും മോശം സ്വഭാവമല്ല അമ്മേൻ്റെയും. ഇങ്ങനെ ആയിരിക്കെങ്കിലും അനുഭവം ഉണ്ടോ? ഇവിടെ എന്തായാലും അങ്ങനെയാണേ. ഇവളെന്തെങ്കിലും വാശി കാണിച്ചാൽ അപ്പം എല്ലാവരും പറയും നിന്നെപ്പോലെ തന്നെ. എന്നാൽ ഇവളെന്തെങ്കിലും നല്ല കാര്യത്തിൽ എല്ലാവരോടും നല്ലോണം ചിരിച്ച് കളിച്ച് വർത്താനെല്ലാം പറയുന്നതാണെങ്കിൽ അത് ശ്യാമിനെ പോലെ തന്നെ, അതായത് വാവേൻ്റെ അച്ഛനെ പോലെ തന്നെ എന്ന് പറയും. സംഭവം ഇതെല്ലായിടത്തും നടക്കുന്നതാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ വലിയ കാര്യമാക്കലൊന്നുമില്ല.
എല്ലാവരും ഉണ്ടായതുകൊണ്ട് തന്നെ എനിക്കൊരു ട്രിപ്പ് പോയ മൂഡായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൻ്റെ ബില്ല് ആലോചിച്ചിട്ടുള്ള ടെൻഷനും ഉണ്ടായിരുന്നു. കാരണം ബേബി മെമ്മോറിയൽ എന്ന് പറയുമ്പം പൊതുവേ നാട്ടിലുള്ള ഒരു വർത്താനം എന്ന് വെച്ചാൽ ഭയങ്കരമായ പൈസ, ഭയങ്കരമായ ബില്ല് എല്ലാം ആയിരിക്കുന്നതാണ്. പക്ഷേങ്കിൽ എത്ര പൈസ കൊടുത്താലും നമുക്ക് നല്ല കെയർ കിട്ടുന്ന ഹോസ്പിറ്റലാണെങ്കിൽ നമുക്കൊരു സമാധാനമായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര നല്ല കെയർ കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായത്. എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായത്. നല്ല ഡോക്ടേഴ്സ് തന്നെയായിരുന്നു. നല്ല എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞിരുന്ന ഡോക്ടേഴ്സായിരുന്നു. ഹോസ്പിറ്റൽ ബില്ലിനെ പറ്റിയിട്ടുള്ള കൂലങ്കഷമായ ചർച്ചയാണ് ഈ കാണുന്നത് കേട്ടോ. പക്ഷെ ഞാൻ ടെൻഷൻ അടിച്ച് അത്രയൊന്നും റേറ്റ് ആയിട്ടുണ്ടായിട്ടില്ല. എന്തായാലും നല്ല ട്രീറ്റ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പൈസ കൊടുക്കുന്നതിനും വലിയ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടായിട്ടില്ല. പിന്നെ ഈ AC ട്വിൻ ഷെയർ റൂം എടുത്താൽ നമുക്ക് അത്ര വലിയ റൂം റെൻറ്റും അത്ര വലിയ വരുന്നില്ല. അതേപോലെ പേഷ്യൻറ്റിന് ഫുഡും ഫ്രീ ആയിരുന്നു. ഇനി അത് എല്ലാ റൂമിനും ഫ്രീ ആണെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് ഫ്രീ ആയിരുന്നു. അപ്പോൾ എൻ്റെ ഉച്ചക്കത്തെ ഭക്ഷണം ഞാൻ കഴിക്കുമ്പോൾ അച്ഛനോട് വാ അച്ഛ ഒരു ഉണ്ട തരാമെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നതാണ്. പക്ഷേ അച്ഛന് ഭയങ്കര നാണം. അനിയത്തി വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടാണ് തോന്നുന്നത്. അങ്ങനെ ഞാൻ അച്ഛനൊരു ഉണ്ടയെല്ലാം കൊടുത്തു. അച്ഛൻ അങ്ങനെ അതെല്ലാം തിന്നു. ഡിസ്ചാർജ് ആവുന്ന അന്നേ ദിവസത്തിലെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ സദാശിക്കുട്ടിയും അമ്മമ്മയും കൂടി നല്ല ഉറക്കമെല്ലാം ഉറങ്ങുന്നതാണ്. എൻ്റെ തീറ്റി കണ്ടാൽ പറയുമോ എനിക്കാന്ന് ഇന്നലെ ERCP ചെയ്തതെന്ന്. പക്ഷേ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടിയിട്ട് തലേദിവസം ഫുള്ളും ഫാസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടില്ലേ ആ ഒരു ആർത്തിയാണ് ഇപ്പോൾ കാണുന്നത്. എൻ്റെ അച്ഛനും അമ്മയും അനിയത്തിയും കൂടിയിട്ട് പെട്ടെന്ന് തന്നെ പോയിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ അവർക്ക് ഒരുപാട് ദൂരം പോകേണ്ടതുകൊണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ബില്ലെല്ലാം അടച്ച് വൈകുന്നേരം ആകുമ്പോഴാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായത്. അപ്പോൾ ERCP കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നിട്ടുള്ള എക്സ്പീരിയൻസും പിന്നെ ബാക്കി ഇനിയുള്ള പ്രൊസീജിയേഴ്സും എല്ലാം അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ.